ശ്രീജിത് പണിക്കർ, ഇപ്പോൾ എന്തിനാണെന്നുള്ളത് ജനതാ പാർട്ടി ഗഡ്കരിയെ പോയിന്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിന്റെ തുടക്കം എന്ന് തന്നെ പറയാം. കാരണം സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ആദ്യം വളർത്തിയെടുക്കുന്നു, പിന്നെ അത് പതുക്കെ തെരുവിലേക്ക് നീങ്ങുന്നു, അതൊരു പ്രക്ഷോഭത്തിന്റെ രൂപം കൈക്കൊള്ളുന്നു. ഇതാണല്ലോ CJP-യുടെ കാര്യത്തിൽ കണ്ടതും പ്രധാന രാജിയിലേക്ക് നീങ്ങിയതും. താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ ഇവിടെ E20 ജനതാ പാർട്ടിയുടെ ഈ ലക്ഷ്യങ്ങളെ? ശ്രീ മഞ്ജുഷ്, പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് വളരെ നോബിളായിട്ടുള്ള ഒരു കോസ് അല്ലെങ്കിൽ വലിയ ആശയക്കുഴപ്പം സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു കോസുമായി ബന്ധപ്പെട്ട് ആ ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുക, അതിനെ പ്രതിഷേധിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റുക, CJP-യുടെ പാത പിന്തുടർന്ന് കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു ഡയലോഗിലേക്ക് കൊണ്ടുപോവുക, എന്നാൽ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം നടത്തുക എന്നുള്ളതിന് പൂർണ്ണമായിട്ട് അത് E20 ജനതാ പാർട്ടിയാണെങ്കിലും നിലവിലെ പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും എല്ലാവർക്കും സ്വാതന്ത്ര്യവും അവസരവും നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ടാകണം എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള ഒരു പോരായ്മയുണ്ട്. ആ പോരായ്മ നമ്മൾ പണ്ട് മുതൽ കാണുന്നതാണ്. ഉദാഹരണത്തിന്, ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതുകൊണ്ട് സാധാരണക്കാർക്കുണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ് എന്നതിനെക്കുറിച്ചോ ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അത് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ, GST ഇംപ്ലിമെന്റേഷൻ വന്നപ്പോൾ, കർഷക നിയമങ്ങൾ വന്നപ്പോൾ, ആർട്ടിക്കിൾ 370 അബ്രോഗേഷൻ വന്നപ്പോൾ, ഇപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടു. അതായത് ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ പാർട്ട് അവരങ്ങ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തിന് ഇത് കൊണ്ടുവരുന്നു, ഇത് ആർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ്, എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് വിശദീകരിക്കാൻ പലപ്പോഴും കേന്ദ്ര സർക്കാർ പരാജയപ്പെടുന്നുണ്ട്, BJP പരാജയപ്പെടുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ഇപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് E20യിലേക്കും വന്നിട്ടുണ്ട്. ഇതിലുണ്ടാകുന്ന ജെന്യുവിനായിട്ടുള്ള കുറേയധികം കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ ഒന്നാമത്, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തിന് അവൻ E20 പെട്രോൾ സ്വീകരിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിന് ആദ്യം സർക്കാർ മറുപടി പറയണം. കാരണം അവന് പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഡയറക്ട്ലി ഒരു ബെനിഫിറ്റും ഇല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രൈസ് ബെനിഫിറ്റ് അതിൽ കിട്ടുന്നില്ല. ഇപ്പോൾ 2021 നീതി ആയോഗിന്റെ റെക്കമെൻഡേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലെൻഡഡ് ഫ്യൂവലിന്റെ പ്രൈസ് ചീപ്പ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള പ്യുവർ പെട്രോളിനേക്കാൾ E20യിലേക്ക് വരുന്ന സമയത്ത് ബ്ലെൻഡഡ് പെട്രോളിന്റെ പ്രൈസ് കുറവായിരിക്കണം. നിലവിൽ അങ്ങനെയാണോ? അല്ല. 2, ബ്ലെൻഡഡ് പെട്രോളിന് സ്വമേധയ അല്ലെങ്കിൽ അതിന്റെ സ്വതവേ പ്രൈസ് കുറവല്ല എങ്കിൽ അത് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നിലവിൽ അങ്ങനെ ഒരു കമ്പോണന്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ? എത്തനോൾ ആയതുകൊണ്ട് എത്തനോളിന്റെ 20% എത്തനോൾ മിക്സ് ചെയ്യുന്നത് കൊണ്ട് ഇത്രത്തോളം ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ മൈലേജ് ലോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ് എന്നുള്ളതിന് പഠനങ്ങളുണ്ട്. അതിനെ നീതി ആയോഗ് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജ് ലോസിനെ ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് അതിലേക്ക് ആഡ് ചെയ്യണം എന്ന് നീതി ആയോഗ് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞത് 5 വർഷം മുമ്പാണ്. പക്ഷെ നാളെ ഇത്രയും കഴിഞ്ഞതിന് ശേഷവും ഈ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ഇംപ്ലിമെന്റേഷനും അതിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ മൈക്രോ എക്കണോമിക് ബെനിഫിറ്റ്, അതായത് ഞാൻ കൊണ്ടുപോയി പണം കൊടുത്ത് E20 പെട്രോൾ അടിക്കുന്ന സമയത്ത് എനിക്ക് പ്രൈസിൽ ബെനിഫിറ്റ് ഇല്ല, എനിക്ക് മറ്റേതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ബെനിഫിറ്റ് അതിലില്ല. പിന്നെ ഈ ബെനിഫിറ്റ് എവിടെയാണ്? ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്കാണ്. അപ്പൊ അതും വിശദീകരിക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ BJP-യുടെ പ്രതിനിധി പറഞ്ഞത് എന്താണ്? അതിൽ ഗുണമുണ്ട്, ഫോറക്സ് സേവിങ്സ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയതാണ്. അതേപോലെ അതിൽ എല്ലാവർക്കും നേഷൻ വൈഡ് അത് റോൾ ഔട്ട് ചെയ്യുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റിസർച്ച് നടത്തിയത് കൊണ്ടാണ് എല്ലാവർക്കും ആ അറിവ് അതിൽ ഉണ്ടാകണമെന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ പ്രോബ്ലം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിന്, എല്ലാവർക്കും കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് ഇവർക്ക് കഴിയുന്നില്ല. വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. മാക്രോ എക്കണോമിക് ലെവലിൽ ഇപ്പോൾ ക്രൂഡ് പ്രൈസ് ഷോക്കുകളെ തടയുന്നതിന് വേണ്ടിയിട്ട്, റുപ്പി ഡിപ്രീസിയേഷനെ തടയുന്നതിന് വേണ്ടിയിട്ട്, ഇമ്പോർട്ട്സിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിന്, എനർജി സെക്യൂരിറ്റിയും സ്റ്റോക്ക് ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിന്, കാർബൺ എമിഷൻസ് കുറയ്ക്കാനൊക്കെ തന്നെ ഗുണമുണ്ട് എന്ന് പറയാം. പക്ഷേ ഇതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ 110 രൂപ അല്ലെങ്കിൽ 113 രൂപ കൊടുത്ത് അടിക്കുന്ന സമയത്ത് നമ്മളുടെ മൈലേജ് കുറയുന്നു, നമുക്ക് 20% ബ്ലെൻഡഡ് ആയിട്ടുള്ള ഓയിലാണ് കിട്ടുന്നത്, ഫ്യൂവലാണ് കിട്ടുന്നത്. അതല്ലാതെ നമുക്ക് നേരിട്ട് ബെനിഫിറ്റ് പറഞ്ഞിരിക്കുന്നത് കിട്ടുന്നില്ല എന്നുള്ള ഒരു വസ്തുതയോടെ, ഒരു റിയാലിറ്റി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. 2, നമ്മളിപ്പോൾ ഈ കാർബൺ എമിഷനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് പോലും ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇറിഗേഷനാണ്. ഇപ്പോൾ മെയ്സിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഈ എന്താണ് ഷുഗർ കെയിനിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഏറെക്കുറെ ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ്. തന്നെയുമല്ല, ഇതിന്റെ ക്രിട്ടിക്സ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, അത് സയന്റിഫിക്കലി തെറ്റാണ് എങ്കിൽ തെറ്റാണെന്ന് ഔദ്യോഗികമായിട്ട് സർക്കാർ പറയണം. അത് അവർക്ക് കഴിയുന്നില്ല. അതായത് 1 ലിറ്റർ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കാർഷിക വിളകൾക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 10,000 ലിറ്ററോളം വെള്ളം ചെലവാക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. അതേപോലെ ഇത്ര വ്യാപകമായിട്ട് നമുക്ക് സർപ്ലസ് ആണ് പിന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഫുഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള
അതിൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ്, അതുകൊണ്ട് നമുക്ക് ഫ്യൂവൽ ക്രോപ്പിലേക്കൊക്കെ പോകാമെന്ന് പറയുമ്പോഴും അതിന് വേണ്ടുന്ന ഫെർട്ടിലൈസർ യൂസേജ് ഉണ്ട്. അപ്പൊ നമുക്കിതിൽ പറയുന്ന ആക്ച്വൽ ഒരു കാർബൺ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇപ്പോൾ അന്നദാതാക്കൾ മാത്രമല്ല ഊർജ്ജദാതാക്കൾ കൂടിയായി മാറി ഇന്ത്യൻ കർഷകർ എന്നാണ്. അത് മാത്രമല്ല കർഷകർക്ക് ഗുണമുണ്ടാകുന്ന കാര്യം എന്നുള്ള അവകാശവാദം വരുന്നു. ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ പൊതുവായ ന്യായവാദം. ഇവിടെ നന്ദുവും സൂചിപ്പിച്ചിരുന്നു. മഞ്ജുഷ്, അത് പിന്നെ സാങ്കേതികമായിട്ട് ഇതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഓൺ ദ ഗ്രൗണ്ട് ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളിൽ ഓരോ ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം എൻ്റെ വെഹിക്കിൾ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ റബ്ബർ ഹോസിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ ഫ്യൂവൽ ലൈനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ ഗ്യാസ്കറ്റിന് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ സീലിന് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പക്ഷെ കർഷകർക്ക് ലാഭം കിട്ടിയാൽ മതി, എൻ്റെ മൈലേജ് കുറഞ്ഞോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ പൈസ കൊടുക്കുമോ? അപ്പോൾ അത് സാധാരണക്കാരോട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ബെനിഫിറ്റ് അല്ല. അവിടെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കർഷകന് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നീ നിന്റെ വെഹിക്കിളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ സഹിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഫ്യൂൽ പമ്പിന്റെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ കർഷകർ മാറ്റി വെച്ച് തരുമോ? എൻ്റെ വണ്ടി എവിടെയെങ്കിലും വെച്ച് സ്റ്റോൾ ആയി പോയി കഴിഞ്ഞാൽ കർഷകരത് മാറ്റി വെച്ച് തരുമോ? തന്നെയുമല്ല, ഇവിടുത്തെ ഒരു റിയാലിറ്റി ഗ്രൗണ്ട് പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഏതാണ്ട് 20% വാഹനങ്ങൾ മാത്രമേ E20 കംപ്ലൈന്റ് ആയിട്ടുള്ളൂ കഴിഞ്ഞ 15 വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ. എല്ലാ വാഹനങ്ങളും അല്ല, കഴിഞ്ഞ 15 വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വാഹനങ്ങളെ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20% മാത്രമേ ഈ എഫിഷ്യൻസി ഉള്ളൂ, അല്ലെങ്കിൽ അതിന്റെ E20 കംപ്ലൈന്റ് ആയിട്ടുള്ളൂ എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ എങ്ങനെ ഇത് കൊണ്ടുവരേണ്ടത്? ഇതുകൊണ്ട് രാജ്യത്തിന് ബെനിഫിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കുഴപ്പമൊന്നും ഇല്ല എന്ന്. കാരണം അവർ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തെ നിൽക്കുകയുള്ളൂ ഈ വിഷയത്തിൽ. അതുകൊണ്ട് അവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് സാധാരണ ജനങ്ങളാണ്, ഈ വാഹന ഉടമകളാണ്. മഞ്ജുഷ, എൻ്റെ കാര്യം ഞാൻ പറയാം. എൻ്റെ വാഹനം അധികം പഴക്കമുള്ളതല്ല, പുതിയ വണ്ടിയാണ്. റിലേറ്റീവ്ലി ഒരു 2 വർഷം കഴിഞ്ഞതേ ഉള്ളത് എടുത്തിട്ട്. എന്നാലും ഇതിലൊരു ഉറപ്പ് വേണമല്ലോ എന്ന് കരുതി ഞാൻ അതിൻ്റെ ഡീലർഷിപ്പിൽ, അതിൻ്റെ സർവീസിലോ ഒക്കെ ചോദിക്കുന്നു. എന്നിട്ട് അവസാനം അതിൻ്റെ സെൻട്രലൈസ്ഡ് കസ്റ്റമർ കെയറിൽ ചോദിക്കുന്നു. എന്നിട്ട് അവസാനം അവർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് E20 കംപ്ലൈന്റ് ആണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു അവരോട്, എനിക്ക് റിട്ടേൺ ആയിട്ടുള്ള ഇമെയിൽ വേണം, അതെൻ്റെ വാറണ്ടി എഫക്റ്റ് ഇല്ല എന്നതുമായി ബന്ധപ്പെട്ട ഇമെയിൽ വേണം എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് എനിക്ക് അവർ ആ ഇമെയിൽ അയച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നത് എന്തിനാണ്? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്റെ വെഹിക്കിളിന് അത് എങ്ങനെയെന്നറിയോ? വെഹിക്കിളിന്റെ ഷാസി നമ്പർ കൊടുത്തിട്ടാണ്, വെഹിക്കിളിന്റെ രജിസ്ട്രേഷൻ നമ്പറും ഷാസി നമ്പറും കൊടുത്ത് അവരുടെ റെക്കോർഡ്സ് വെരിഫൈ ചെയ്തിട്ട് ഏത് വർഷമാണ് മാനുഫാക്ചറിങ് എന്ന് നോക്കിയതിനു ശേഷം കൺഫേം ചെയ്യാണ്. അല്ല, ഞാൻ അവിടെയാണ് പറയുന്നത്, സർക്കാരിന്റെ അവിടുത്തെ റോൾ എന്താണ്? മഞ്ജുഷ, സർക്കാരിന്റെ അവിടുത്തെ റോൾ എന്താണ്? സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? സർക്കാർ ഈ മാനുഫാക്ചറേഴ്സിനോട് സംസാരിച്ച് അവരുടെ പബ്ലിക് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈനും അഡ്വൈസറിയും ഇറക്കാനായിട്ട് അവരോട് പറയണം. അപ്പം ഇപ്പോൾ ഫോക്സ് വാഗൻ വാഹനമാണെങ്കിൽ അവർ പറയുന്നു, മാരുതി ആണെങ്കിൽ അവർ പറയുന്നു, ടൊയോട്ട ആണെങ്കിൽ അവർ പറയുന്നു. ഈ ആൾക്കാരുടെ ആശങ്ക ദൂരീകരിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വെഹിക്കിൾസും ഇവിടെ E20 കംപ്ലൈന്റ് അല്ല എന്നറിയാം. അങ്ങനെയെങ്കിൽ E20 അല്ലെങ്കിൽ E15 ഒക്കെ മറ്റ് രാജ്യങ്ങൾ, E30 ഇപ്പൊ ബ്രസീലിലുണ്ട്, ഈ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് എന്നുള്ളത് നോക്കുക. ബ്രസീലിൽ, അമേരിക്കയിൽ E30 ബ്രസീലിലും E15 അമേരിക്കയിലും വന്നിരിക്കുന്നത് ഏതാണ്ട് 50 വർഷം കൊണ്ടാണ്. എന്ന് വെച്ചാൽ 1970-കളിൽ പ്യുവർ എത്തനോൾ വെഹിക്കിൾസ് ബ്രസീലിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ബ്ലെൻഡഡിലേക്ക് വന്ന് E30 ഈ 2025 ആകുമ്പോഴത്തേക്കാണ് അവർ നേഷൻ വൈഡ് കൊടുക്കുന്നത്. അമേരിക്കയിൽ അതേപോലെ 2001 ശേഷമുള്ള വാഹനങ്ങളിൽ മാത്രം E15 എന്ന് പറയുകയും അത് 25 വർഷം കഴിഞ്ഞതിന് ശേഷം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിൽ പോകുന്ന സമയത്ത് നമുക്ക് ചോയ്സസ് ഉണ്ട്. അതായത് എനിക്ക് പ്യുവർ പെട്രോൾ അടിക്കണോ, എനിക്ക് E20 അടിക്കണോ എന്നുള്ള ചോയ്സ് എനിക്ക് എക്സാക്ട്ലി ആ ചോയ്സ് ഇല്ല. തന്നെയല്ല, ചുരുക്കം മാസങ്ങളിൽ നടപ്പാക്കാൻ, അതായത് മറ്റ് സ്ഥലങ്ങളിൽ 40-50 വർഷം കൊണ്ട് നടപ്പാക്കാൻ പോകുന്ന കാര്യം ഇവിടെ ചുരുക്കം മാസങ്ങളിൽ നടപ്പാക്കാൻ പോകുന്നു. കൃത്യമായിട്ടുള്ള ഒരു ട്രാൻസിഷൻ വിൻഡോ ഇല്ല, ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ നന്ദു പറഞ്ഞത്, നന്ദു ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട്, ഇത് നോക്കിയത് കൊണ്ട് E20 ആണെന്ന് അറിയാം. സത്യം പറയാം, ഞാൻ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളാണ്, പല വിഷയങ്ങളിൽ ചർച്ചയ്ക്കിരിക്കുന്ന ആളാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഞാൻ എൻ്റെ വണ്ടിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന E20 പെട്രോൾ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായ സമയത്താണ് ഞാനിത് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അടുത്ത സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ കമ്പനിയുടെ അല്ലെങ്കിൽ അതിന്റെ വാഹനത്തിന്റെ മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു കൺഫർമേഷൻ. എനിക്കും അറിയില്ലായിരുന്നു ഇത് 20% എഥനോൾ കലർത്തിയ പെട്രോളാണ് കാറിൽ അടിക്കുന്നതെന്ന്. ശരി, ശ്രീ സിബി സത്യൻ, ഇവിടെ നന്ദു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് പെട്രോൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.